ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, സ്നേഹമുള്ള വൈദികര്, ഡീക്കനച്ചന്മാര്, സിസ്റ്റർമാരാകാൻ പഠിക്കുന്നവര്, എല്ലാ കുടുംബാംഗങ്ങളെയും പ്രായമുള്ളവരെ പ്രത്യേകം അഭിവാദ്യം ചെയ്യുന്നു കേട്ടോ. പുതിയ കുടുംബാംഗങ്ങൾക്ക് പ്രത്യേക സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. പഴയ കുടുംബാംഗങ്ങളൊക്കെ കൈയടിച്ച് പുതിയവരൊക്കെ സ്വാഗതം ചെയ്യുന്നു കേട്ടോ. ഹല്ലേലൂയ. സുഖമായിരിക്കുന്നു. ധ്യാനം ദൈവകൃപയിൽ നന്നായി പോകുന്നു. ധ്യാനം അട്ടപ്പാടിയിലൊന്നും അല്ല കേട്ടോ. ഇല്ലയൊക്കെ കണ്ടിട്ട് തെറ്റിദ്ധരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് പ്രത്യേകിച്ച് നമുക്കൊരു നന്മർജനം ചൊല്ലി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ എല്ലാവരും നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഇന്നലത്തെ സാക്ഷി നിങ്ങൾ കേട്ടായിരുന്നോ? ആ അമ്മച്ചിയുടെ ആ കുരിശിൽ തൊട്ടുള്ള അത് കേട്ടായിരുന്നു. നിങ്ങൾ കേൾക്കണം കേട്ടോ. ഇന്നലത്തൊക്കെ നിർബന്ധമായിട്ട് നിങ്ങളത് കേൾക്കണേ. നോക്കി എന്തുമാത്രം കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കും ഈശോ ചെയ്യുന്നത്. ചില ദിവസം ചില ആൾക്കാർ ടോക്ക് കേൾക്കാൻ വിട്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് പറഞ്ഞു തരാൻ നമ്പർ നോക്കി വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരും. ഇന്നത്തെ നമ്പർ നോക്കുക, അപ്പോൾ നാളത്തെ നമ്പർ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നന്മറും ചൊല്ലി നിങ്ങളുടെ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കണേ. നമ്മുടെ ഈ ഇതുപോലത്തെ പ്രാർത്ഥന വരുമ്പോഴാണ് ഈ ആശീർവാദം കൊടുക്കുമ്പോൾ ഈശോയുടെ വലിയൊരു കരുണ നിങ്ങളുടെ മേൽ, നമ്മൾ ഓരോരുത്തരും മേൽ വരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ 4-ാം തിരുവചനം, ഗോസ്പൽ ഓഫ് മാത്യു ചാപ്റ്റർ 5:4. തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: വിലപിക്കുന്നവർ എന്തുകൊണ്ടാണ് ഭാഗ്യവാന്മാരായിട്ട് തീരുന്നത്? അതിനും തന്നെ നിങ്ങൾക്ക് കാണാതെ പറയാൻ പറ്റും അല്ലെ? വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ആശ്വസിപ്പിക്കപ്പെടും. ബൈബിളിൽ ശരിക്കും പറഞ്ഞാൽ ആരാ വിലപിക്കുന്നവർ എന്ന് പറയുന്നത്? വിലപിക്കുന്ന പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ വരുന്ന കരയുന്നവരെന്നുള്ളതാണ് അല്ലെ? കരയുന്നവർ. ശരിയാ. എന്തിനെ പ്രതി കരയുന്നവരാണെന്ന് അറിയാവോ? ലോകത്തിൽ തിന്മ പെരുകുന്നത് കണ്ട്, ലോകത്തിൽ പാപം പെരുകുന്നത് കണ്ട്, സഭയിൽ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുന്നത് കണ്ട് വേദന തോന്നി മനുഷ്യൻ കർത്താവിന്റെ സന്നിധിയിലേക്ക് ആ വേദനയെ പ്രതി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് വിലപിക്കുന്നവർ അല്ലെ? ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വിലാപക്കാരികളെ വരുത്തുവെന്നൊക്കെ പറയുന്ന ചില വചനമുണ്ട് പഴയ നിയമത്തെ മരണവുമായിട്ട് ബന്ധപ്പെട്ട്. അവർക്ക് വേണ്ടി ഇവർ കരയുകയാണ്. വേറൊരു ലെവലാണ്. അതുപോട്ടെ എന്ന് പറയുന്നത് പോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഴയ നിയമത്തിലെ സഭയുടെ ചരിത്രത്തിൽ ദ മോർണിംഗ് മങ്സ് എന്ന് പറഞ്ഞ് വിലാപത്തിന്റെ സന്യാസികൾ എന്ന് പറയുന്ന ഒരു സന്യാസ സമൂഹം ഉണ്ടായിരുന്നു. അതായത് ലോകത്തിലെ എന്താ പറയുക, നീതിമാൻ തകർക്കപ്പെടുന്ന അല്ലെങ്കിൽ പാപം പെരുകുന്നത് കണ്ട് തകർന്ന് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ വിലപിക്കുന്നവർ. ഇനി അതെന്തുകൊണ്ടാണ് ഭാഗ്യവാന്മാരായിട്ട് വരുന്നത്? ഒരുപാട് അർത്ഥമുണ്ട്. നോക്കിയേ, വാസ്തവത്തിൽ വിശുദ്ധ മോനിക്കാമ്മ, വിശുദ്ധ അഗസ്തീനോസിനെ പ്രതി, വിശുദ്ധനാകുന്നതിന് സെന്റ് അഗസ്റ്റിനെ പ്രതി ഒരുപാട് നാളുകൾ ഈ മോനിക്കാമ്മ വിലപിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോൾ എന്നാ സംഭവിച്ചത് അല്ലെ? വിലപിച്ചവൾ ഭാഗ്യമെന്ന് പറഞ്ഞ് ആൾത്താര വണക്കത്തിന് വേണ്ടി വിളിക്കപ്പെട്ടിട്ടില്ലേ? വിശുദ്ധ കൊച്ചു ത്രേസ്യ അല്ലെങ്കിൽ വിശുദ്ധ അൽഫോൺസാമ്മ, ലോകത്തിലുള്ള പാപത്തിന് പരിഹാരമായിട്ട് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചവർ ഇവരെല്ലാം ഭാഗ്യവാന്മാരായിട്ട് തീർന്നു. അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിലപിക്കുന്നവരെ ഭാഗ്യവാന്മാർ, ഭാഗ്യവതി എന്ന് വിളിക്കാൻ കാരണം. അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ സന്നിധിയിൽ മറ്റുള്ളവർക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക, പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുക, പ്രായശ്ചിത്തം ചെയ്ത് പ്രാർത്ഥിക്കുക. മക്കബാരുടെ പുസ്തകത്തിലെ കാണാൻ വേണ്ടി പറയും, അവര് വസ്ത്രം കയറി ചാക്കൊടുത്ത് ചാരം പൂശി ഏറെ വിലപിച്ചു എന്നുള്ള വചനം കാണാൻ വേണ്ടി പറ്റും. അപ്പം അതുകൊണ്ട് നമ്മുടെ ഈ മധ്യസ്ഥ പ്രാർത്ഥനകള്, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, ഇതെല്ലാം വിലാപത്തിന്റെ ഗണത്തിൽപ്പെടുന്നതാണ്. അവരെ സ്വർഗ്ഗം ഓർക്കും, ജീവന്റെ പുസ്തകത്തിൽ അവർ പേരെഴുതും. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയൊക്കെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ അതെല്ലാം യാക്കോബ് 5 അല്ലെ 19-20 ഉണ്ടല്ലോ, ജീവന്റെ പുസ്തകത്തിലേക്ക് പേരെഴുതുന്നതിന് കാരണമായിട്ട് തീരും. കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഞാനതിനുവേണ്ടി പ്രാർത്ഥിക്കണേ. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ സ്തുതിക്കാം. ഈശോയെ ആരാധന ഒന്നായിട്ട് സ്തുതിക്കാം. യേശുവെ ആരാധന. ഈശോയെ ഞങ്ങളങ്ങ് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവായ ദൈവമേ, കുടുംബങ്ങളെ, വ്യക്തികളെ, സമൂഹത്തെല്ലാം ആശീർവദിക്കുന്നു. സകല പൈശാചികളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ഉള്ളിലേക്ക് ആട്ടിപ്പായിക്കുന്നു. ഓ കർത്താവിന്റെ വലിയ കരുണയും ദയയും നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈ വചനം ജീവിക്കാൻ വേണ്ട കൃപ ഞങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് ആശീർവദിക്കുക. ഓ കർത്താവായ ദൈവം, പ്രത്യേകിച്ച് ഇന്ന് കർത്താവ് ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളോട് മധ്യസ്ഥ പ്രാർത്ഥന ചോദിച്ച് ചിലരൊക്കെ പ്രാർത്ഥിക്കുന്നവരോട് പറയണമെന്നൊക്കെ പറഞ്ഞാൽ അവരെല്ലാം നിയമങ്ങൾ ഓർക്കുകയാണ്. വ്യക്തിപരമായി ഫോണിൽ അല്ലെങ്കിൽ വാട്സപ്പിൽ മെയിൽ വഴി ദൈവമേ സെന്ററുകളിലൊക്കെ വിളിച്ച് ഞങ്ങളോട് മധ്യസ്ഥ പ്രാർത്ഥന ഓരോരുത്തരും നിയമങ്ങൾ ആശീർവദിക്കുകയാണ്. കർത്താവ് പ്രത്യേകിച്ച് 9 ദിവസം 21 ദിവസം 31 ദിവസം നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളെ പ്രത്യേകം അനുഗ്രഹിക്കുക. പൈശാചിക ശക്തികളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിത്യാത്മയിൽ പൂട്ടുന്നു. തടസ്സങ്ങൾ വിട്ടുമാറട്ടെ.
അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും ഈശോയുടെ നാമത്തിൽ അപ്പോസ്തലപ്രവർത്തനം 4:30 പ്രകാരം സംഭവിക്കട്ടെ. ഓ കർത്താവേ, ഓരോരുത്തരുടെ നിയോഗങ്ങൾ ഇവിടുന്ന് കരുണയോടെ കാണണമേ. ശുദ്ധ നിയോഗങ്ങളെ ആശീർവദിക്കണം. നമ്മുടെ കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായി ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.